ഭാഗമാണ് സമസ്ത. സമസ്തയിലെ ഒരു വിഭാഗം LDF ആണ് യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതെന്ന പ്രതികരണത്തിലേക്ക് എത്തുന്നു. അല്ല, അവർ മാത്രമൊന്നുമല്ല എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാമുദായിക മേഖലയിൽ നിരവധി സംഘടനകൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ ഒക്കെ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തെയാണ് വിശ്വസിക്കാനാവുക. M3 പറഞ്ഞില്ല, മുമ്പ് തന്നെ ഇന്നും പറഞ്ഞിട്ടുണ്ട്. M3 പോലെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ പറഞ്ഞത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിനെ സാധിക്കുള്ളൂ. അത് പിന്നെ വേറെ ഏതെങ്കിലും സമുദായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ കയറാൻ നിൽക്കണ്ട. മനസ്സിലായോ? അല്ല, അത് പിണറായി തന്നെ പറഞ്ഞല്ലോ, അങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നുള്ളത് മനസ്സിലായിക്കൊള്ളുന്നു. അതിലൊറ്റ കാര്യമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമാണ് പറയുന്നത്. DNA എന്ന് പറയുന്നത് ജൈവപരമായ DNA അല്ല. ജൈവപരമായ DNA പറയില്ലേ, ഇത് രാഷ്ട്രീയ DNA ആണ്. അദ്ദേഹത്തിന്റെ അമ്മ, പിന്നെ അമ്മയുടെ അച്ഛൻ, ഇവരെല്ലാം ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാരല്ലേ, ജവഹർലാൽ നെഹ്റു ഒക്കെ. അതുകൊണ്ടാണല്ലോ ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. തെക്കാനും വടക്കാനും നടന്നാൽ പോരാ, നടക്കുന്നത് ആരോഗ്യത്തിനല്ല. മറിച്ച് നിങ്ങൾ വായിക്കേണ്ട 2 പുസ്തകം, ഒന്ന് ഇന്ത്യയെ കണ്ടെത്തൽ, 2 വിശ്വചരിത്രാവലോകം. 2 കണ്ടിട്ടുണ്ടോയെന്ന് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോട്. അത് ആഴത്തിൽ വായിക്കണം. കോൺഗ്രസുകാരോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇത് വായിക്കണം കേട്ടാ. കോൺഗ്രസ് മുമ്പിൽ നടക്കുന്ന കുറെ ആളുണ്ടല്ലോ, അവരോട് പറയാനില്ല, വായിക്കണം. അത് വായിക്കണം, ആ 2 പുസ്തകവും വായിക്കണം. എന്നിട്ടൊന്ന് ഞാൻ കൂടി പറഞ്ഞു, ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ 2 പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ. അതങ്ങനെ വായിച്ചു പഠിക്കട്ടെ. അപ്പോ രാഷ്ട്രീയ DNA അത് അത്രയും ഉദ്ദേശിക്കും. മറ്റാരെങ്കിലും മറ്റേ DNA ഉദ്ദേശിക്കുമോ? അത് രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി, ജൈവപരമായിട്ട് കാണണ്ട, ജൈവഘടനയുമായി ബന്ധപ്പെട്ടും കാണണ്ട. അത് അവരെ ആൾ തന്നെയല്ലേ, അതുകൊണ്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അത് പക്ഷേ ജൈവ DNA ആണ് പറഞ്ഞത്. അത് രാഷ്ട്രീയമല്ല, കാരണം അവർ വല്ല ഒപ്പം തന്നെയാണല്ലോ, രാഷ്ട്രീയ വിരുദ്ധതയില്ല, അവർ അത് തന്നെയാണ്. അപ്പൊ അത് അവരുദ്ദേശിച്ചത് മറ്റേതാണ്. ഞങ്ങള് അതല്ല കണ്ടത്. കൊടുക്കുന്നുണ്ട്. പരാതി കൊടുത്തിട്ടുള്ള കാര്യം ഇതാരും വാങ്ങിയാൾ സമ്മതിക്കുമോ? പുറത്താൾ സമ്മതിക്കൂല, പിന്നെ എന്ത് ചെയ്യാനാ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ സഖാവ് AKG കൊണ്ട് പറഞ്ഞിട്ടുണ്ടായി, ചൂല് എടുത്ത് വെക്കണം. ഒരു പ്രാവശ്യം അടിയന്തരാവസ്ഥയിൽ AKG പറഞ്ഞു ചൂല് കൊണ്ട് അടിച്ചാൽ ഒരു വേദന ഉണ്ടാവില്ല. ചൂലില്ലേ നമ്മളെ, അതിങ്ങനെ ഒരു പ്രതീകാത്മകമായി ചൂല് കൊണ്ട് അടിച്ചു എന്ന് പറയാനേ സാധിക്കുള്ളൂ. നല്ല ഒലക്ക വേണം, ഒലക്കെടുത്ത് വെക്കണം. ഒലക്ക പറഞ്ഞറിയാം, പുതിയ പത്രക്കാർക്ക് ഒലക്കി അറിയില്ല. ഉരല് അറിയോ? ഉരലുകൊണ്ട് ഒലക്കിയും. അപ്പോൾ AKG പറഞ്ഞാണ് ഈ ഒലക്ക എല്ലാ സ്ഥലത്തും എടുത്തു നോക്കണം, ഇമാതിരി ആളുകൾ വരുമ്പോൾ അടിച്ച് കാല് മുടിക്കണം. അല്ലാണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനിലെ കൊടുക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ വർഗീയ വികാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ട് യാതൊന്നും പ്രതികരിച്ചില്ല. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉറപ്പല്ലേ? അതിന് സംശയം എന്തായാലും അടി ഉറപ്പാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാലും അടിയുണ്ടാവും. കാരണം പണം കൈകാര്യം ചെയ്യാൻ പേരൊക്കെ കൊടുത്താൽ അപ്പോ അടിയായി അതിന്റെ ഭാഗമായിട്ട്. പിന്നെ VD സതീശനെ പറ്റി അല്ലേ ഇത് പറയേണ്ടത്? പുറത്തുനിന്ന് പിരിച്ചുകൊണ്ടുവന്ന പണം തന്നെ ഇപ്പോൾ എവിടെയാ പോയത്? ഇപ്പം വ്യക്തതയില്ലല്ലോ, അതും കേസ് കിടക്കുക. അല്ല, മോഡിയാണല്ലോ ഏറ്റവും ശക്തിയായിട്ട് വിമർശിക്കുന്നത്. CPIഎമ്മും മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം അതിശക്തിയായിട്ട് വിമർശിച്ചത്. ഞങ്ങൾ പറഞ്ഞൊരു അംശം ഇവരാരും വേണ്ടില്ല മോഡിക്കെതിരായിട്ട്. അതുകൊണ്ട് അതെല്ലാം പ്രചാരമാണ്. പിന്നെ മാധ്യമങ്ങൾ ഇങ്ങനെ ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അവർക്ക് വേണ്ടി, അവരെ ഘടകകക്ഷിയാണല്ലോ നിങ്ങൾ. UDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള കുറെ പത്രങ്ങളും അതുപോലെ ചാനലുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഘടകകക്ഷിയായിട്ട് തന്നെ കണ്ടാൽ മതി. അതുകൊണ്ടാണല്ലോ സർവേയിലെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഘടകകക്ഷി പറയുന്നതിലും കഴിഞ്ഞ അത്ഭുതമുള്ളൂ. മനോരമയിലും ഘടകകക്ഷിയല്ലാണ്ട് വേറെ എന്ത് കക്ഷിയാ?
20 സീറ്റും ജയിക്കും. UDF എന്ന് പറഞ്ഞ മനോരമ പിന്നെ UDFന്റെ ഘടകകക്ഷിയല്ലേ. അതിന് അത്രയേ കാണുന്നുള്ളൂ. ആളും ജനങ്ങളും അത്രയേ കാണുന്നുള്ളൂ. ആയിരിക്കും കയ്യിലടിയോ? നിങ്ങളെ ഏതാ പത്രം? ഓ, അതന്നെ പ്രചരിപ്പിക്കുന്നു. നിങ്ങളതല്ലേ പ്രചരിപ്പിക്കുന്നു. ശരി. ഓംശേഖരന്റെ അവരെ സ്ഥിരം പരിപാടിയാണ്. അതിനെ കരുതിയിരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം ശ്രദ്ധിച്ചോളണം. അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉജ്ജ്വലമായ ഈ വിജയത്തിലേക്കുള്ള കുതിപ്പ് എങ്ങനെ മുടക്കാമെന്ന കാര്യം വെച്ചുകൊണ്ട് എന്തും ചെയ്യുന്നു നമ്മൾ കണ്ടോളണം. നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോകുന്ന ഏതു പ്രചരണവും മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഫലപ്രദമായി കർമ്മധീരതയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അതിനെല്ലാം നേരിടണം. ഒന്നും കൂടി ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കുക. അത്രയേ കാണും. അത് 26 പറയാം. 26 26